ഇസ്ലാമിലെ അഖീദ അവർക്കറിയില്ല. അഖീദയുടെ ഒരൊറ്റ കിതാബ് ഈ ആളുകൾ വായിച്ചു നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മരിച്ചു പോയിട്ടില്ല ബഹുമാനായ ഹംസ ബാക്കവി ജീവിച്ചിരിക്കുന്ന ആളാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. ഹംസ ബാക്കവി പലപ്പോഴും നമ്മുടെ തുറക്കലുണ്ടായിരുന്ന മരണപ്പെട്ടു പോയ അബ്ദുൽ ജബ്ബാർ മൗലവിയോട് പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എന്തേ ഹംസ ബാക്കവി ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഹംസ ബാക്കവി ജബ്ബാർ മൗലവിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്. നിന്ന് തിരിയും. ജബ്ബാർ മൗലവിയോട് ഹംസ ബാക്കവി ആവർത്തിച്ച് പറഞ്ഞിരുന്ന വാചകമുണ്ട്, മൗലവി നിങ്ങളൊരു 3 അഖീദയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ. ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ്, ഈ വിശദീകരണം നടത്തുന്ന ഇടയിൽ നിങ്ങൾ അഖീദയുടെ പണ്ഡിതന്മാർ എഴുതിയ 3 കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അഖീദയുടെ കിതാബുകൾ അറിയില്ല, ഇസ്ലാമിന്റെ അഖീദ ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് അഖീദ ഗ്രന്ഥം വായിച്ചിട്ടില്ല, അദ്ദേഹത്തിന് വിവരമില്ല, അല്ലെങ്കിൽ കിതാബ് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ ധിക്കാരത്തിൻ്റെ അങ്ങേ അറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നുമാത്രമല്ല, ഇവിടെ സലഫി അഖീദയെ ഈ സമസ്തക്കാരായ ആളുകൾ അവിടുത്തെ പുരോഹിതന്മാർ അത് വിമർശിച്ചപ്പോൾ അതിനെതിരെ പ്രത്യേകമായി പുസ്തകം പോലും ഇറക്കുകയാണ് ജബ്ബാർ മൗലവി. ഇബ്നു തൈമിയ്യയും വിമർശകരും സലഫി അഖീദയും എന്ന പേരിൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് എഴുതിയ പുസ്തകമുണ്ട്. സമാനമില്ലാത്തൊരു ഗ്രന്ഥമാണ്. സലഫി അഖീദയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സലഫി അഖീദ എന്താണ് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നും കൃത്യമായി പഠിപ്പിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം. അത് അദ്ദേഹം സലഫി അഖീദയുടെ ആദ്യകാല ഗ്രന്ഥങ്ങൾ ധാരാളം അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖിയുടെ അസ്മാഉ സിഫാത്ത് പോലെ, ഇമാം അഹ്മദിൻ്റെ അസ്സുന്ന പോലെ ഒക്കെയുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട അഖീദ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയെത്ര ഉദ്ധരണികൾ അദ്ദേഹം നൽകുന്നത്. അതേപോലെ നമ്മളിന്ന് പറയുന്ന അഖീദയാണ് ശരി, അഹ്ലുസുന്ന അഖീദ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും സമസ്തക്കാരും കളിയാക്കുന്ന രൂപത്തിലല്ല എന്നും അവർ പറയുന്ന ആശയം ശരിയല്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയും ധാരാളം ഉദ്ധരണികൾ വ്യത്യസ്തമായ അഖീദ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഗ്രന്ഥം വല്ലാത്തൊരു ഗ്രന്ഥമാണത്. ശരിക്കും സലഫി അഖീദ പഠിക്കാനും ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി അടുത്തറിയാനും ഇതിനേക്കാൾ നല്ല ഗ്രന്ഥം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ആ ഒറ്റ പുസ്തകം വായിച്ചാൽ തന്നെ മൗലവിയുടെ ഒരു വായനയുടെ വ്യാപ്തി, അദ്ദേഹത്തിൻ്റെ ഒരു അറിവിൻ്റെ ആഴം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. സോഷ്യൽ മീഡിയ ധാരാളമായി പ്രചരിച്ചൊരു വല്ലാത്തൊരു ഫോട്ടോയുണ്ട്. ഈ സംസാരിച്ച അനസ് മൗലവിയും അതുപോലെ ഹനീഫ് ജബ്ബാർ മൗലവിയുടെ കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ, അത് വല്ലാത്തൊരു ഫോട്ടോയാണ്. നമുക്കത് കാണാം സ്ക്രീൻ ആ ഫോട്ടോ. അത് അദ്ദേഹത്തിൻ്റെ വലത്തും എടുത്തുമായി ഇവർ രണ്ടുപേരും ഇരിക്കുകയും അങ്ങനെ ജബ്ബാർ മൗലവി ഇമാം നവവിയുടെ ശറഹ് മുഹദ്ദബ് വായിച്ചു കൊടുക്കുകയും അത് ഇവർ രണ്ടുപേരും വളരെ സാഗൂതം കണ്ടോ, എത്ര വിനയാന്വിതരായ ശിഷ്യന്മാരെ പോലെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിന് കേട്ട് ചോദിച്ചു പഠിച്ച് അങ്ങനെ അറിവുണ്ടാക്കി ഇവിടെ തൗഹീദ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയ മനുഷ്യന്മാരാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പറയണത് അദ്ദേഹത്തിനൊന്നും കിതാബ് അറിയില്ല, സലഫി അഖീദ അദ്ദേഹം പഠിച്ചിട്ടില്ല, അഖീദ ഗ്രന്ഥം വായിച്ചിട്ടില്ല, 3 അഖീദ കിതാബിന് വായിക്കാൻ അദ്ദേഹത്തെ പലരും ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അഹങ്കാരത്തിൻ്റെ ശബ്ദമാണത്.